ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. വളരെ രുചികരമായ ഒരു റവ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് കറിയോ ചായയോ ഒന്നും ഇല്ലാതെ ഈ ഉപ്മാവ് കഴിക്കാം. കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഈ റവ ഉപ്മാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുകയും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഡിയേഴ്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടായ കടായിലേക്ക് നമുക്ക് ആവശ്യമുള്ള റവ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 1.5 കപ്പ് റവയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ റവ ഒന്ന് 8-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ മാക്സിമം എടുത്താൽ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമണമെങ്കിൽ നല്ല ചരല് പോലെ ഇരിക്കണം. ആ പാകത്തിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട. ഈ റവയുടെ ചൂടുകൊണ്ട് ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ട് ചൂടായി കിട്ടും. നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. വേറൊരു ചൂടായ കടായിലേക്ക് ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് ഇതുണ്ടാക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറക്കാട്ടോ, 1 ടീസ്പൂൺ ചേർത്താലും മതിയാകും. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഇതിലേക്ക് ചേർത്തത് കേട്ടോ. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർക്കാം. ഞാനൊരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്, മീഡിയം വലിപ്പത്തിലുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും 1 മിനിറ്റ് വാടിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത സവാള ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തത് കേട്ടോ. ഉപ്മാവിന് കുറച്ച് കൂടുതൽ സവാള ചേർക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി കൊടുത്ത് സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്യാം. സവാള പെട്ടെന്ന് കുക്കായി കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുത്ത് സവാളയൊക്കെ നല്ല ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. സവാള നല്ലതുപോലെ സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റാണ് ചേർക്കുന്നത്. നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസിൽ കൂടുതൽ വേവുള്ളത് ആദ്യം ചേർത്ത് വഴറ്റി കൊടുക്കാം. ക്യാരറ്റ് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് രണ്ടിനും ഏകദേശം അധികം വേവില്ലാത്തതാണ്, അതുകൊണ്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ക്യാപ്സിക്കവും തക്കാളിയും ഒത്തിരി വേവിച്ച് കളയേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അങ്ങോട്ടുള്ള കുക്കിംഗ് പ്രോസസ്സിൽ ഇത് നന്നായിട്ട് കുക്കായിക്കൊള്ളും. ഇനി നമുക്ക് തിളച്ച ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3.5 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത് കേട്ടോ. കാരണം ഈ വെജിറ്റബിൾസിന് വേണ്ട വെള്ളവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് വേകാനുള്ള വെള്ളവും കൂടി വേണം. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർക്കുന്നത്. 2 കോഴിമുട്ട ഞാനിവിടെ പാത്രത്തിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉപ്മാവിൻ്റെ വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിൻ്റെ പകുതി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം പകുതി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ബാക്കി പകുതി മുട്ടയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയൊക്കെ നല്ലതുപോലെ വേകുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം.
ഇപ്പം മുട്ടയൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. ഒന്ന് പതിയെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് ബാക്കി ചേരുവ കൂടി ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കുരുവൊക്കെ വീണിട്ടുണ്ടെങ്കിൽ എടുത്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളിത് കഴിക്കുന്ന അവസരത്തിൽ ഇടയ്ക്ക് കയ്പ്പ് രുചി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളൊരു പാത്രത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്മാവ് റെഡിയായി കഴിയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. യമ്മിയും സോഫ്റ്റുമായിരിക്കും. വായിൽ അലിഞ്ഞിറങ്ങുന്നത് അറിയില്ല. അതുപോലെ തന്നെ നല്ല രുചിയുള്ളൊരു ഉപ്മാവാണിത്. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു ഉപ്മാവാണിത്. മല്ലിയില ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അവസാനം നമുക്ക് മേൻപൊടിയായിട്ട് ഒരു ചേരുവ കൂടി ചേർക്കാനുണ്ട്. അത് ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉപ്പുമാവിന്. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ആണ് ചേർക്കുന്നത്. ഗീ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കണ്ട. ഇളക്കാതെ തന്നെ ഇത് മൂടി വെച്ച് 5 മിനിറ്റും കൂടി നമുക്ക് വേവിക്കാം. റവ കുക്കാണെങ്കിൽ ഏകദേശം ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ നമ്മൾ വേവിച്ചാലേ റെഡിയാകുള്ളൂ. 5 മിനിറ്റ് നമ്മൾ നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തുറന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചേർത്ത ഗീയൊക്കെ മീതയിൽ നന്നായിട്ട് ചൂടായി ഉരുകി തെളിഞ്ഞ് കാണാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങാപ്പീര ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി മൂടി വെച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോഴേക്കും ഇത് കുറച്ച് ഉറക്കും. എന്നാലും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുള്ളൂ. ഈ സ്പെഷ്യൽ ഉപ്മാവ് നമുക്കൊന്ന് സെർവ് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് സെർവ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് നന്നായിട്ടൊന്ന് ഉറച്ചിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ഒരു മോൾഡിലാക്കിയിട്ട് തണുത്തതിന് ശേഷം ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഞാനിതിപ്പോൾ പാനിൽ തന്നെ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഉപ്മാവ് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ കഴിക്കാൻ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും നല്ലതാണ്. മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് അവർക്ക് ഇങ്ങനെ കഴിച്ചാൽ വളരെ നല്ലതാണ്. ആവശ്യത്തിന് വെജിറ്റബിളും എല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഉപ്മാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്